Good afternoon, my dear children. So today we are going to learn about friction. Okay, so today we are going to revise about the topic friction. So what is friction? When we rub our hands together, what happens? We feel warmer, right? The heat you feel is friction. അല്ലേ, നമ്മളിങ്ങനെ കൈ നന്നായി റബ്ബ് ചെയ്യുമ്പം നമുക്ക് ആ കയ്യിലൊരു ചൂട് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ്? അത് ഫ്രിക്ഷൻ കാരണമാണ്. ആ ചൂടാണ് ശരിക്കും ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. So like that, when we pull brakes on our bicycle, the brake pressing against the tire and the tire rubbing against the street is friction. Okay, so ഇവിടെ there is a friction between the road as well as the tire. So ഇവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പം there occurs an opposite force. Okay, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ there will be an opposite force which opposing it. That force is known as frictional force. Okay, so friction is the resistance to motion created by two objects moving against each other. Moving against each other എന്ന് പറയുമ്പം it will be in opposite, right? നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയി വരുന്ന ഫോഴ്സിനെയാണ് we call it as what? We call it as friction. Okay, think of bowling. As the ball goes down the lane happens, the ball begins to slow. This is friction. The ball may lean or start rolling one direction or the other. So നമ്മൾ അതായത് ഈ ഗ്രൗണ്ടിൽ കൂടെ ഇത് റോൾ ചെയ്യുക അല്ലെങ്കിൽ മോഷനിൽ പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫ്രിക്ഷൻ വരുന്നത് കൊണ്ടാണ് ആ ബോൾ സ്ലോ ഡൗൺ ആവുന്നത്. സോ ഇപ്പം നമുക്ക് friction കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ I will show you a diagram, so it will be easy for you. Here you can see that this particular person is pushing against the wall. Okay, so here this is his force അല്ലേ, ഇതാണ് ആള് കൊടുക്കുന്ന ഫോഴ്സ്. So which is acting towards right. So ആ നമ്മളൊരു റൈറ്റിലോട്ട് ഒരു ഫോഴ്സ് കൊടുത്താൽ there will be a force which is acting in an opposite direction. Okay, നമ്മളൊരു ഫോഴ്സ് towards right കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഡയറക്ഷൻ വരും. So that is known as friction. ഓക്കെ, സോ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് എ ഫോഴ്സ് ദാറ്റ് പുഷസ് അഗെയിൻസ്റ്റ് എനി ഫോഴ്സ്. So what is friction? Frictional force is a force that pushes against any force. Friction slows things down. അല്ലേ, അപ്പം നമുക്ക് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ലെഫ്റ്റിലോട്ടൊരു ഫോഴ്സ് വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ മൂവ്മെൻറ്റിന് ഒന്ന് സ്ലോ ഡൗൺ ആവും അല്ലേ. ഓപ്പോസിറ്റ് ഒരു മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് സ്ലോ അല്ലേ. അപ്പം അതിനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ കാറിൽ അല്ലെങ്കിൽ സൈക്കിളിലൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നല്ല എയർ വരും. അതെന്താ? എയർ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അതും ഒരു ഫ്രിക്ഷനാണ്. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ സ്പീഡ് കൂടോ? ഇല്ല, നമ്മുടെ സ്പീഡ് കുറയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എത്രയുണ്ടെങ്കിലും ഈ എയർ റെസിസ്റ്റൻസ് കാരണം അവിടെ ഫോഴ്സിന് എന്ത് സംഭവിക്കുക? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് റിസൾട്ടന്റ് ഫോഴ്സ് വിൽ ബി ലെസ്. സോ എപ്പോഴും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ദാറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് വിൽ ബി ലെസ്. അതായത് നമ്മുടെ ടോട്ടൽ ഫോഴ്സ് നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നോ അതൊന്ന് സ്ലോ ആകും. ഓക്കെ, ഫ്രിക്ഷൻ ഇസ് എ ഫോഴ്സ് ദാറ്റ് പുഷസ് അഗെയിൻസ്റ്റ് എനി ഫോഴ്സ്. ഫ്രിക്ഷൻ സ്ലോസ് things down and usually pushes backward against that force. Okay, this is known as what? Friction. So friction will oppose any force. ഏതൊരു ഫോഴ്സിനെയും oppose ചെയ്യുന്ന ഫോഴ്സിനെയാണ് we call it as what? Friction. Clear? So a force between two surfaces that are sliding or try to slide one another. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ this particular cycle and the road ആണെങ്കിൽ ഇത് it is trying to slide across this road. So this will be his motion. So ഈ റോഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. മനസ്സിലാവുണ്ടോ? സോ അതിനെയാണ് we call it as what? Friction. Okay, friction always works in the direction opposite to the direction of object is moving. അതായത് നമ്മൾ റൈറ്റിലോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ ലെഫ്റ്റിലോട്ടായിരിക്കും. നമ്മളുടെ ഫോഴ്സ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി അപ്വേർഡ്സ്. സോ എപ്പോഴും ഇങ്ങനൊരു ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. Clear? So frictional occurs whenever two surfaces rub against each other. Friction is a force that always opposes the motion. So ഈ ഒരു ടേം ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. Friction is a force that always opposes the motion.
ഓക്കെ, ഫ്രിക്ഷൻ ഇസ് എ ഫോഴ്സ് ദാറ്റ് ഓൾവേസ് ഒപ്പോസ് ദ മോഷൻ. അതായത് ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ബൈസൈക്കിൾ വിച്ച് ഇസ് മൂവിങ് ടു റൈറ്റ് ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ലെഫ്റ്റ്. Okay, so here this particular object he is pushing the this particular roller, so it will be moving towards left, so frictional force will be towards right. Okay, so the force of friction is opposite direction of motion. അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കാരണം അവിടെ ഒരു മോഷൻ ഉണ്ടാകും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. Okay, so here we can see some forces which particular in particular instances. Okay, so here we can see he is sliding, that is he is kiting, so his motion is in this angle, right, downwards, so the frictional force will be slightly upwards. So here he is pulling this particular box, so the frictional force that is pulling towards right, so the frictional force will be towards left. So അതേപോലെ എല്ലാത്തിനും അതിൻ്റെ എന്തുണ്ടാവും, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് opposite ആയിരിക്കും frictional force. So next what we are going to learn is we are going to just discuss the factors that affect the friction. Last year you have studied some activity, that is by increasing the angle, അതായത് കുറേ ബുക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി പോലെ you have studied, right? So friction depends upon two factors, that is nature of surface in contact. അതായത് ഇപ്പോൾ ഒരു സ്മൂത്ത് സർഫസസ് ആണെങ്കിൽ അവിടെ frictional force will be very less. അത് നമുക്കൊരു എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഒരു റെയിനി സീസണിൽ ഇഫ് യു ആർ ഡ്രൈവിങ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ, നമുക്കറിയാം ഓൾമോസ്റ്റ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി എ ഫോഴ്സ് ബിറ്റ്വീൻ ദ റോഡ് ആൻഡ് ദ ടയർ. അപ്പോൾ നമ്മളൊരു ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ ആ റോഡ് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരും ടുവേർഡ്സ് ലെഫ്റ്റ്. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് റെയിനി അവിടെ ഒരു സ്മൂത്ത് സർഫസ് ആയിരിക്കും, സോ ഒപ്പോസിങ് ഫോഴ്സ്, ആ ഒപ്പോസിങ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലെസ്. അതിനൊരു ഇനിയും ഒരു ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ കോയിൻ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡിൻ്റെ മേലെ വെച്ച് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും അല്ലേ സ്ലൈഡ് ചെയ്യാൻ. അവിടെ എന്തുകൊണ്ടാണ്? കുറച്ച് നമ്മൾ ഓൾമോസ്റ്റ് എത്ര ആംഗിളിൽ ടിൽറ്റ് ചെയ്താലും ഇറ്റ് വിൽ ടേക്ക് ടൈം, ബിക്കോസ് ദർ ഇസ് എ ഫ്രിക്ഷൻ. നമ്മളൊരു ടിൽറ്റ് ചെയ്യുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നുണ്ട്. സപ്പോസ് നമ്മൾ ആ കാർഡ്ബോർഡിൽ ഒരു എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, ആ കോയിൻ ഈസി ആയിട്ട് വരും. അവിടെ എന്താ, ആ ഓപ്പോസിറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ലെസ് ആണ്. സോ അത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതിനൊരു പിന്നൊന്നും കൂടെ പറയാം. നമ്മളിപ്പോൾ ഇപ്പോൾ പുള്ളി അല്ലേ, അവിടെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽ ചെയ്യും, ഗ്രീസ് ഒക്കെ അപ്ലൈ ചെയ്യും. അതെന്തിനാ? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ വി ഹാവ് ടു പുഷ് ഹാർഡ് അല്ലേ. ഇപ്പം നമ്മൾ സപ്പോസ് വി ഹാവ് ടു ഡ്രോ വാട്ടർ ഫ്രം വെൽ, പുള്ളി യൂസ് ചെയ്യുന്ന സമയത്ത് ചില ടൈമിൽ വി ഹാവ് ടു പുഷ് ഇറ്റ് ഹാർഡ് ബിക്കോസ് ഫ്രിക്ഷണൽ ഫോഴ്സ് അത്രയും ഗ്രേറ്റർ ആയിരിക്കും. സോ ടു മേക്ക് ഇറ്റ് സ്മൂത്ത് വി ഹാവ് ടു ആഡ് സം ലൂബ്രിക്കൻസ്. ഇങ്ങനത്തെ ലൂബ്രിക്കൻസ് സ്മൂത്ത് സർഫസ് ആയിക്കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയും. സോ ഹൗ ഹാർഡ് സർഫസ് പ്രസ് ടുഗദർ, അല്ലെങ്കിൽ ഒന്ന് സർഫസ്, ഒന്ന് രണ്ടാമത്തത് നമ്മളിപ്പോൾ എത്ര ഹാർഡ് അല്ലെങ്കിൽ സോഫ്റ്റ്. ഇപ്പോൾ നല്ല പുഷ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇപ്പം നമ്മൾ നല്ല ഫോഴ്സിൽ റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കുറച്ച് ബ്രേക്ക് ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ലെസ് ഓൺ വാട്ട് എ സ്മൂത്ത് സർഫസ്. ക്ലിയർ? Here I am going to just discuss some some places where friction is useful. Okay, friction is useful for many of our daily activities. Friction between feet and ground help us to walk on the ground. അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് വരുന്നത്, ആ ഇത് കാരണമാണ് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു റൈറ്റ് വിത്ത് എ പെൻ ഓർ പെൻസിൽ ഓൺ എ പേപ്പർ ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ പെൻ ഓർ പെൻസിൽ ആൻഡ് ദ പേപ്പർ. അതായത് ഈ ഒരു ഫ്രിക്ഷൻ കാരണമാണ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇൻ ഹയർ ക്ലാസ്സസ്, അതായത് ഇപ്പോൾ തന്നെ ഈ റിവിഷനൊക്കെ കഴിഞ്ഞിട്ട് ഇൻ ദിസ് ഇയർ ഇറ്റ് സെൽഫ് യു വിൽ ബി സ്റ്റഡിയിങ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഫ്രിക്ഷൻ. അപ്പോൾ യു വിൽ സ്റ്റഡി ഹൗ ഇവിടെ എങ്ങനെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യണു എന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു കവർ ചെയ്തൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉള്ള ഒരു കവറിൻ്റെ മേലെ നമ്മൾ എഴുതാൻ ശ്രമിക്കുന്ന സമയത്ത്
സമയത്ത് പ്രോപ്പറായിട്ട് അവിടെ ആ ഇങ്ക് വരില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്മൂത്ത് സർഫസ് ആണ്. സോ ഫ്രിക്ഷൻ വിൽ ബി വെരി ലെസ്. സോ നമുക്ക് അവിടെ എഴുതാൻ പറ്റില്ല. അല്ലാത്ത സമയത്ത് പേപ്പറിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്പോസിറ്റായിട്ട് ഒരു ഫോഴ്സ് വരും. സോ അവിടെ നമുക്കൊരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ ഈ കൊല്ലം കൂടുതലായി പഠിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇതറിയാലോ, ഒരു സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, ഈസി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. സോ ഇറ്റ് ഈസ് പോസിബിൾ ടു റൈറ്റ് ഓൺ എ ബ്ലാക്ക് ബോർഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ചോക്ക് ആൻഡ് ദ ബോർഡ്. ഓക്കെ, അതായത് ഇപ്പോൾ സിമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറയുകയാണെങ്കിൽ നമ്മളൊരു സർഫസ് എടുക്കുകയാണെങ്കിൽ അതൊരു റഫ് സർഫസ് ആണെങ്കിൽ അതിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ടാവും അല്ലേ, ഇറഗുലാരിറ്റീസ് ഒരുപാട് ഉണ്ടാവും. അതായത് നമുക്ക് കുറേ അപ്പ് ആൻഡ് ഡൗൺസ്, ഒരു റഫ് സർഫസ് ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കില്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിലൊരു ഒബ്ജക്റ്റ് അതിൽ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഒബ്ജക്റ്റും നമ്മുടെ ആ സർഫസും തമ്മിൽ ഒരു ഇൻ്റർലോക്ക് വരാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ ഒരു ഫ്രിക്ഷൻ അങ്ങനെ ഒപ്പോസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ സ്മൂത്ത് ആവുന്ന സമയത്ത് ഈ ഇൻ്റർലോക്കിന് എന്ത് സംഭവിക്കും? ഇൻ്റർലോക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ തിങ്ക് ചെയ്യേണ്ട. നമ്മളിത് നെക്സ്റ്റ് ഇയർ, അതായത് നെക്സ്റ്റ് ഇയർ മീൻസ് ഇപ്പോൾ ആഫ്റ്റർ റിവിഷൻ യു വിൽ ബി സ്റ്റഡിങ് മോർ അബൌട്ട് ദിസ്. സോ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. സ്മൂത്ത് സർഫസ് ആവുന്ന സമയത്ത് വി ക്യാൻ മൂവ് ഈസിലി, സോ ഫ്രിക്ഷൻ വിൽ ബി വെരി ലെസ്. ഓക്കെ, so this is about some points related to which friction is very useful. അതേപോലെയാണ് friction between tires and the road helps automobile to move on roads. നമുക്കറിയാം ടയേഴ്സിലൊക്കെ ഒരുപാട് ത്രെഡ്സ് ഉണ്ട്, ഒരുപാട് റഫ് സർഫസ് ആണ്. അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരു കൺട്രോളിൽ പോകണമെങ്കിൽ ഫ്രിക്ഷൻ അവിടെ വേണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്കിഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, ആക്സിഡൻറ്റ്സ് കൂടുതലാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അപ്പോൾ ചില കേസസിൽ നമുക്ക് ആ ഫ്രിക്ഷൻ കൂടുതലാവുന്നത് യൂസ്ഫുൾ ആണ്. സോ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്രിക്സ് ഹെൽപ്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ് അല്ലെ, ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷനിലും നമുക്ക് ഫ്രിക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അതും ഒരു റഫ് സർഫസ് ആണ്. സോ അവിടെ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. സോ ദർ ഓൾസോ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ദർ. സോ ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഫ്രിക്ഷൻ പ്രൊഡ്യൂസസ് ഹീറ്റ് അല്ലേ. നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് വിയർ ആൻഡ് ടെയർ, ഒരു മെഷീൻസിലൊക്കെ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഹീറ്റ് ജനറേറ്റ് ചെയ്യും. സോ അത് ചിലപ്പോൾ ആ പെർട്ടിക്കുലർ മെഷീനിന് ഇറ്റ് വിൽ ബി എ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, ആൻഡ് ഫ്രിക്ഷൻ വിയർ ഔട്ട് റബ്ബിംഗ് സർഫസ്. ഇപ്പം നമുക്കറിയാം ടയറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം ഇത് ഈ ഒരു ഗ്രിപ്പ് കാരണം തന്നെ, ഒപ്പോസിറ്റ് ഫോഴ്സ് വരുന്ന കാരണം തന്നെ ടയറിനൊക്കെ എന്ത് സംഭവിക്കും? ആ റബ്ബിംഗ് സർഫസിനെ കുറേ കാലം കഴിയുമ്പോൾ ആ ത്രെഡ് പോവും. ഇറ്റ്സ് ഡ്യൂ ടു വാട്ട്? ഫ്രിക്ഷൻ. ആൻഡ് ഫ്രിക്ഷൻ ഓൾസോ പ്രൊഡ്യൂസസ് നോയ്സ് അല്ല. അതിൻ്റെ ഒരു ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ഡ്രോയിങ് വാട്ടർ ഫ്രം വെൽ. ആ പുള്ളിയിൽ ഒരു സൗണ്ട് കേൾക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബൈസൈക്കിളിലൊക്കെ നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. സോ വൈൽ ആഡിങ് ദിസ് ലൂബ്രിക്കൻറ്റ് വാട്ട് വിൽ ഹാപ്പൻ? ഫ്രിക്ഷൻ അവിടെ കുറയും. സോ അപ്പോൾ അങ്ങനെ നമുക്ക് സൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദ സം അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. സോ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. സോ this year after this revision you will be studying more about friction. So അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രിക്ഷൻ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, how it is happening എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Okay, so I hope this is clear. If you have any doubt please ask me children. Okay, thank you.